ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് അത്തമാണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്തം മുതൽ തിരുവോണം വരെയുള്ളൊരു ചെറിയ വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പുറത്തെങ്കിലും പോകാമെന്നുണ്ടെങ്കിൽ അതും ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നൊന്നുമില്ല, ഇന്ന് വീട്ടിൽ തന്നെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം വേറെ വിചാരിച്ചു ഇന്ന് അത്തായിട്ട് പൂവിട്ട് തുടങ്ങാം, 10 വരെ പൂവിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു, അത്തപ്പൂ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. ഇന്ന് അത്തത്തിന് പൂവിട്ട് തുടങ്ങിയാൽ നമ്മൾ തിരുവോണം വരെ ഇടണം, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാതെ വരും. അപ്പോൾ എന്താണെന്ന് വെച്ചു, അപ്പം ഞാൻ തിരുവോണത്തിന് ഇടാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ തിരുവോണത്തിനിടും, അതും വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ, എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല, അതുകൊണ്ട് ഞാനൊന്നും പ്ലാൻ ചെയ്യാറില്ല. അപ്പം എന്ത് നടക്കുന്നു അതങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് അത്ത മഴയാണ് ഇവിടെ, ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കുറച്ച് നേരം വെയിൽ വരും, പിന്നെയും മഴയാണ്. ഇന്നലെ രാത്രിയിൽ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് പോലെയല്ല. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉറക്കച്ചടവിൽ നമ്മുടെ രാവിലത്തെ കോലത്തിലിരുന്നല്ലേ. അപ്പം നിങ്ങൾ രാവിലെ തന്നെ അത് ബോധിച്ചിട്ട് ഞാൻ കുളിച്ചൊരുങ്ങി എല്ലാം സെറ്റായിട്ടാണ് വന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10-11 മണിയായി കാണും. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ചോറ് കഴിക്കുന്ന സമയമാവും അപ്പം ഞാൻ കഴിക്കുമ്പോൾ. അപ്പം വിചാരിച്ചു. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ലാഗ് ചെയ്യിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ചോറിന് ഇതേ സാമ്പാറുണ്ട്, അതുപോലെ സാമ്പാറിന് കുറച്ച് കഷ്ണങ്ങളും ചാറും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് തക്കാളിക്കറി ഉണ്ട്, ഇനി ഇത് അതിൻ്റെ ഇടയ്ക്ക് എവിടെയും കാണ്ടുണ്ട്. പിന്നെ നമുക്കിത് ഫിഷ് ഫ്രൈ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇതിന് കിളിമീൻ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാമെന്ന് എല്ലാവരും കമൻറ്റ് ഇടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഈ ജസ്റ്ററിന്റെ വേഷമൊക്കെ ആരും ധരിക്കുമോ? എവിടെ നിന്ന് വന്നോ ഈ അഴകിൽ അഴകായ അലയിൽ അല പോലെ അവരുടെ മനസ്സിന് ഒരുപാട് വിഷമം ഉണ്ടായി കാണും. എന്നാ ഹോട്ടലിലെ കച്ചവടമാണ് ഇപ്പൊ അവരുടെ ഏറ്റവും വലിയ ധൈര്യം. അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, 2 വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലൊരു ഷോർട്സ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം. അത് നമ്മുടെ അത്തത്തിൻ്റെ ചെറിയൊരു വ്ളോഗ്, ഒരു ചെറിയ ഷോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ ഒരു വീഡിയോ കൂടെ ഉണ്ട്. അത് ഷോർട്സ് ആയിട്ട് ഇടണോ ലോങ് ആയിട്ട് ഇടണോ എന്ന് ഞാനിങ്ങനെ കൺഫ്യൂഷനിലിരിക്കുക, നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ഇത് കുടിച്ച് പകുതി ഇത്ര ആയപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് നമ്മുടെ മറ്റേ മാതള നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല. ഇത് കഴിഞ്ഞ ദിവസം ചേട്ടൻ ചേച്ചി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം 2 ബോട്ടിൽ, ഒന്ന് നമ്മുടെ പേരക്കയുടെ മറ്റേ റെഡ് പേരക്കയുടെ ജ്യൂസായിരുന്നു. അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് എന്നിട്ട് ശരിക്കും ഞാനിത് ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്, ചിലപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഞാനിത് ജ്യൂസ് അടിച്ച് നോക്കിയിട്ടുണ്ട്, അന്ന് വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. കാരണം അതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ചത്. അപ്പോൾ മിക്സിക്കകത്തിരുന്നിട്ട് അടിച്ചിട്ട് ഭയങ്കര കുരുവും കൂടി അരഞ്ഞിട്ട് വായി വയ്ക്കാൻ പറ്റാത്ത കയ്പ്പാണോ എന്താ ടേസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഇത് ജ്യൂസ് ഇതുവരെ അങ്ങനെ കുടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പുറത്ത് പോയാലും ജ്യൂസ് ഇതിൻ്റെ ഒന്നും കുടിക്കാറില്ല. ഞാൻ വരെ 7-അപ്പോ കൊക്കക്കോളയോ പെപ്സിയൊക്കെ ഞാൻ കുടിക്കാറുള്ളൂ. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലിരിക്കാനുണ്ടപ്പം ജസ്റ്റ് കുടിച്ച്, ഇതെന്തായാലും കുടിച്ച് തീർക്കണം. അപ്പോൾ പിന്നെ ഇത് കുടിക്കാമെന്ന് ഓർത്തു. പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല. ഇതിനെന്താ ടേസ്റ്റ് എന്ന് എനിക്ക് പറഞ്ഞു, നിങ്ങളെല്ലാവരും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്താ, ഇങ്ങനെ തന്നെയാണോ? ഒരു പുളിയാണ്. പക്ഷെ എനിക്കിത് അല്ലാണ്ട് ജ്യൂസ് അല്ലാണ്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഇത് ജ്യൂസോടെ കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, വേറെ ഒന്നും എനിക്കങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയില്ല. എനിക്ക് പണ്ട് പേരക്കയുടെ ജ്യൂസ് ഇഷ്ടമല്ലായിരുന്നു, എനിക്കിപ്പോൾ പേരക്കയുടെ ജ്യൂസ് ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ എനിക്ക് പേരയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, ആപ്പിളിൻ്റെ ജ്യൂസൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എനിക്ക് ഓക്കെ, ഇപ്പം എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതും കാലക്രമേണ എനിക്കിത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ടേസ്റ്റ് ഇല്ല, എന്തൊരു കൈ. പക്ഷെ ഞാൻ ഇത് കുടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ
മറ്റേ നമ്മുടെ പേരക്കയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഭയങ്കര മട്ട് നിൽക്കും. അപ്പോൾ നമുക്കത് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എടുത്തില്ല, ഇതെടുക്കുക. ഇതാണ് ഇച്ചിരി കൂടുതൽ, ആർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇതാണ് ഇച്ചിരി കൂടുതൽ ഇരിക്കുന്നത്. എന്താ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും തീരാറാവാൻ നവംബറിലെങ്ങാണ്ട്, നവംബറിന് മുമ്പ്. എന്നാലും ഒത്തിരി ദിവസം വെക്കാൻ കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കുടിച്ചാണ്. പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിച്ചാണ്. തണുത്ത മഴയായാലും എത്ര പനിയായാലും എനിക്ക് തണുത്ത വെള്ളം മസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാനത് കുടിക്കും. അപ്പോൾ അങ്ങനെ കുടിക്കാമല്ലോ എന്ന് ഓർത്തു. കാരണം ഇന്ന് ഞാൻ വെള്ളം കുടിച്ചില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ചായ കുടിച്ചു, അത് കഴിഞ്ഞിട്ട് വെള്ളം എന്ന് പറഞ്ഞ സാധനം ഞാൻ കുടിച്ചില്ലായിരുന്നു. അപ്പം പിന്നെ ഫുഡ് കഴിച്ചപ്പം വെള്ളം കുടിച്ചു, അല്ലാണ്ട് വെള്ളം എന്ന് പറഞ്ഞ സാധനം കുടിക്കാറില്ല. അപ്പം ഇതെങ്ങനെയെങ്കിലും വെള്ളം നമ്മുടെ ബോഡിക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷേ നോ ആഡർ ഷുഗർ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും പോട്ടെ, സാരില്ല. പിന്നെ ഇതിൻ്റെ സ്മെല്ലും എനിക്ക് വലിയ താല്പര്യം പറ്റില്ല. ഇതിനേക്കാൾ നല്ലത് നമ്മുടെ മാതളനാരൊക്കെ ചുമ്മാ കഴിക്കുന്നതായിരിക്കും. എന്തായാലും ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം കുറച്ച് നേരം കിടക്കും. ഫോണിൽ ചാർജില്ല, ഫോൺ കുത്തിയിടണം. ഫോൺ കുത്തിയിട്ടിട്ട് കുറച്ച് നേരം കിടക്കും. എന്നിട്ട് നമ്മൾ പിന്നെയുള്ള വഴിയിൽ നമ്മളിങ്ങനെ പോകും. ഇന്ന് വലിയ പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റിയ ബ്ലോഗൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നല്ല ബോറിംഗ് ആയിരിക്കും. എന്തായാലും സഹിച്ചേ പറ്റത്തുള്ളൂ അല്ലേ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നിങ്ങളത് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കമൻറ്റ് ബോക്സ് അതിനുള്ളതാണ്. ഇപ്പം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാനങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സിന് റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്കങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇതുവരെ എൻ്റെ ദൈവം സഹായിച്ച് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റയിലും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നെഗറ്റീവ് കമൻറ്റ്സ് വന്നില്ല. നെഗറ്റീവ് കമൻറ്റ്സ് വന്നാലും ഞാനതിന് റിപ്ലൈ കൊടുത്ത് വിടാറേ ഉള്ളൂ. പക്ഷേ നമുക്കങ്ങനെ സഹിക്കാൻ പറ്റാത്ത നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് കമൻറ്റ് ഇടുന്നിടത്ത് ആരും പേടിക്കൊന്നും വേണ്ട. എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. എൻ്റെ വീട് പൊട്ടയാണെന്നോ അല്ലെങ്കിൽ നല്ലതാണെന്നോ എന്ത് വേണമെങ്കിലും കമൻറ്റ് ഇടാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, ഇനി എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാത്തവർ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നു കുറച്ച് പേരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഇഷ്ടമാണ്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷേ നമുക്കങ്ങനെ ഷെയർ ചെയ്ത് ആക്കുന്നില്ല. അങ്ങനെ ഷെയർ ചെയ്യാൻ ആരോടും പറയാറുമില്ല. അതുകൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തൊരു ഇൻസ്റ്റ ഫോളോ. ഞാൻ ഇൻസ്റ്റയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. റീൽസൊക്കെ ഇട്ട് കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ വന്നപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ യൂട്യൂബിലും ഞാൻ കുറേ ആയി യൂട്യൂബ് ഇങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. നമുക്ക് ഓരോരോ ചില ദിവസം ചിലപ്പോൾ തോന്നും വേണ്ട, ചിലപ്പോൾ തോന്നും വേണം. അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ നിന്നാണ് ഞാൻ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കാണ്. ഇപ്പോൾ ഏകദേശം എൻ്റെ ഇപ്പം എൻ്റെ 85 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഈ വർഷം തീരുന്നതിന് മുമ്പ് ഒരു 500 അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കണം. 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയിൽ ഇപ്പം എനിക്ക് 6K ഉണ്ട്, 6K എബോവ് ഉണ്ട്. അതൊരു 10K ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. അല്ലാണ്ട് നമുക്കിത്, കാരണം നമ്മളിങ്ങനെ വീഡിയോ ഇടുക, യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും വീഡിയോ ഇട്ടാൽ കാണാൻ ആൾക്കാരില്ലെങ്കിൽ നമ്മളൊരിക്കലും അതിൽ സക്സസ് ആകത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വേറെ പരിപാടികളൊന്നുമില്ല. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അങ്ങനെ എല്ലാ ദിവസവും ഉറങ്ങുമൊന്നുമില്ല. ഇന്ന് എന്തായാലും എനിക്ക് നല്ല ഉറക്കം വരുന്നു. മഴ പെയ്യുന്നുണ്ട്, ഭയങ്കര തണുപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് കുളിച്ചത് കൊണ്ട് തല നനഞ്ഞിരിക്കുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നു. നല്ല ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കുളിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. അപ്പോൾ അല്ല, എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ കുറച്ച് നേരം കിടക്കാതെ വിചാരിച്ചു. കിടന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും അമ്മ വരും. അമ്മയില്ല, അമ്മയെ ചൊല്ലിക്ക് വെക്കണം. അപ്പോൾ അമ്മയൊക്കെ വരും. അപ്പോഴത്തേനും എല്ലാം സെറ്റാവും. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ അതേ ഉറക്കമൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള സമയമായിട്ടോ. അപ്പോൾ അതേ ചായക്കുള്ള വെള്ളം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടി ഇടാൻ തുടങ്ങുക കേട്ടോ. കട്ടൻ ചായ കേട്ടോ.
അപ്പോൾ ഇത് തേയിലപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കട്ടൻ ചായ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ബോളി ആട്ടോ, ഇവിടെ ഇതിന് ബോളി എന്ന് പറയും. ഇപ്പോൾ പഴംപൊരി ബീഫ് ട്രെൻഡിങ് വന്നുകൊണ്ട് പഴംപൊരി എന്ന് പറയും കേട്ടോ. പിന്നെ നമ്മുടെ ഈ കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ആ ചായയൊക്കെ വെച്ച് കുറേ നേരം കഴിഞ്ഞ് ഇപ്പം നമുക്കിത് വിളക്ക് വയ്ക്കാൻ സമയമായി. അങ്ങനെ വിളക്കൊക്കെ വെച്ച് സന്ധ്യാനാമമൊക്കെ ചൊല്ലി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്തം വിശേഷങ്ങൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു സന്ധ്യ വരെയുള്ള ബ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.